ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇന്നൊരു കുഞ്ഞു പരിപാടിയുണ്ട്, അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. എൻ്റെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും ഇൻസ്റ്റയിലും എൻ്റെ വാട്സപ്പ് ടി പിയിലും ഒക്കെ അങ്ങനെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എനിക്കൊരു കുട്ടിയുണ്ട്, ലൈക്ക് എൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണ് മിഹിക. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്. എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് 3 വയസ്സായിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് വളരുന്നേ. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എന്താ പറയുക, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ കൈക്കുഞ്ഞായ സമയത്ത് നമ്മൾ എടുത്തതും കുറച്ച് റീസെൻ്റ് കഴിഞ്ഞ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും കൂടെ തന്നെ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. 3 വയസ്സൊന്നും തോന്നുന്നേ ഇല്ല അവളെ കാണുമ്പോൾ. ലൈക്ക് ഇപ്പോഴും കുഞ്ഞ് ബേബി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. 3 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലുതല്ലെന്നറിയാം. എന്നാലും ഞാൻ പറയാം, ഇനിയിപ്പോൾ സ്കൂളിലും കാര്യങ്ങളൊക്കെ വിടാനൊക്കെ ആയി, വളരാൻ തുടങ്ങി. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ സ്വത്തു. അപ്പോൾ ഞാനിനി ചേച്ചിയും കൂടെ വന്നിട്ട് ഞാൻ ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോകണം. പണ്ട് മുതലേ ഈ ബേബീസിനെ ടേക്ക് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഉണ്ണിനെയും. പക്ഷേ ഇവളെ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ. അങ്ങനെ വാശിയും ദേഷ്യമുള്ള കുട്ടിയൊന്നുമല്ല. ഇടയ്ക്ക് കുറുമ്പ് കാണിക്കുന്നല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കുട്ടിയല്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരും പിന്നെ എന്താവുമെന്ന് അറിയില്ല, കുറുമ്പൊക്കെ വരികയായിരിക്കും. അവളെപ്പോഴും എനിക്കത് ചേട്ടൻ്റെ കുട്ടിയായിട്ട് തോന്നിയിട്ടില്ല. എനിക്കെപ്പോഴും എൻ്റെ കുട്ടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവളെപ്പോഴും എൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും. പിന്നെന്താ, അപ്പം എന്തായാലും ഞാനിനി വൈകാണ്ട് അങ്ങോട്ട് പോട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം. എൻ്റെ വ്ളോഗ് വരണോട്ടാ. മേക്കപ്പ് ഒക്കെ നമുക്ക് ഇടാലോ. നമ്മളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ പേടിയാണ്. ഇവിടെ കുഞ്ചിന്റെ ടോപ്പാണല്ലോ. കുഞ്ചി ചെയ്യുന്നു ഇവള്. കുഞ്ചി കുട്ടിനെ കരയിപ്പിച്ചു. ബാ ഞാൻ പിടിക്കത്താ. അങ്ങനെ ആശിച്ചും ചെറുതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. 2 ബട്ടർഫ്ലൈ, ഒരു വലിയ ബട്ടർഫ്ലൈയും കുഞ്ഞു ബട്ടർഫ്ലൈയും കൂടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഗിഫ്റ്റ് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് വേണ്ട. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകും, എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ലൈക്ക് നമ്മളെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്, അല്ലാണ്ട് ആ ഗിഫ്റ്റ് കിട്ടുന്നതോ ആ കാര്യങ്ങളൊന്നും അവൾക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. പിന്നെ അവൾക്ക് അതിനുള്ള വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അവൾ ത്യാഗം മൊത്തം എല്ലാവരെയും കണ്ട് സന്തോഷത്തിലാണ്. അത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കോസ്റ്റ്യൂമായിരുന്നു. മിക്സഡ് കളർ വരുന്നൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്നൊരു ഡ്രസ്സാണ്. നമ്മളവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വരാനൊക്കെ തുടങ്ങി. അവളുടെ വലിയമ്മയും ആൻറ്റിയൊക്കെ എത്തിയിട്ടുണ്ട്, പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷനൊക്കെ അവസാനം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വാവേൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് ഒരു പിങ്ക് കളർ സെറ്റ് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ പിങ്ക് ആയത്. അവസാനം ഒരു പീച്ച് മിക്സഡ് കളറിലൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അവളുടെ കൂടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പിന്നെ കേക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു, എന്താ കേക്ക് വരാത്തേ, ഫുഡ് വരാത്തതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു. അവസാനം നമ്മൾ കേക്ക് കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീമിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം ഫുഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡും കൂടെ നമ്മളൊന്ന് കളക്ട് ചെയ്ത് അവസാനം ജോലിയുള്ളവരൊക്കെ ലാപ്ടോപ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് മാഷിയും ബീറൊക്കെ. അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. വലിയ രീതിക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉള്ളൊരു വളരെ ചെറിയൊരു പരിപാടിയാണ്. അച്ചു ഒരു വീഡിയോ എടുക്കോ? അച്ചു ഇത് പിടിക്കോ? ഓണാണ് അവർ ഓൾറെഡി പൊട്ടിച്ചു. അല്ല അവിടെ പൊട്ടിച്ച നന്നായി ഉള്ളി, അത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ കേക്ക് മൊത്തം ഉണ്ടായി. കൊടുത്തു
കൊടുക്കില്ല ഇത് വായിക്ക് മാത്രം കൊടുത്തു പോയി അതാക്ക് കൊടുക്കുന്നത് അവി എല്ലാവരും കൊടുക്കും അമ്മോ ഓരോരുത്തരും വാ കൊടുക്കും അവള് മുട്ടായി പേപ്പറോട് കഴിക്കുന്നു കേട്ടാ ഫൈനലി കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മളിത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലശ്ശേരി ബിരിയാണി, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള റോസ്റ്റ് ആയിരുന്നു. പിന്നെ സാലഡ്, കുറച്ച് മസാലക്കറി പോലെ കുറുമ പോലത്തെ ഒരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബർത്ത്ഡേ ഗേളിന് തന്നെയായിരുന്നു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളെ ഉറങ്ങാൻ ടൈമൊക്കെ ആയതുകൊണ്ട് എരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം, വേറെ പരിപാടികളൊന്നുമില്ല. ആകെ മൊത്തം ടയേർഡായി, കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ഫുഡ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം ചെറിയ ഫങ്ഷൻ, ചെറിയ സെലിബ്രേഷൻ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ, കുഞ്ഞ് സെലിബ്രേഷൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.